നമസ്കാരം. IAS ഫാക്ടറിൻ്റെ മലയാളം ഓപ്ഷൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചില ചോദ്യങ്ങൾ ഒന്ന് അപഗ്രഥിക്കുക എന്നുള്ളതാണ് ഇന്ന് നാം ചെയ്യാൻ പോകുന്നത്. പേപ്പർ 1, പേപ്പർ 2 മലയാളം ഓപ്ഷൻ 2 പേപ്പറുകളായി സാധാരണ എല്ലാ ഓപ്ഷൻ പേപ്പറുകളെയും പോലെ തന്നെ വേർതിരിച്ചിരിക്കുന്നു. ഇതിൽ പേപ്പർ 1-ൽ കൃത്യമായും വരുന്നത് മലയാള ഭാഷയുടെ ചരിത്രവും സാഹിത്യ പ്രസ്ഥാനങ്ങളും ഉൾക്കൊള്ളുന്ന സിദ്ധാന്തങ്ങളടങ്ങിയ അഥവാ തിയറി എന്ന് പറയാവുന്ന ഒരു ഭാഗമാണ്. എന്നാൽ മറുവശത്ത് നമുക്ക് പഠിക്കാനുള്ളത് മലയാള ഭാഷയിലെയും സാഹിത്യത്തിലെയും കൃതികളാണ്. നോവലുകൾ, കഥകൾ, ചെറുകഥകൾ, കവിതകൾ എല്ലാം ഉൾക്കൊള്ളുന്ന വളരെ ആനന്ദകരമായ ഒരു മേഖല കൂടിയാണ് പേപ്പർ 2 എന്ന് പറയുന്നത്. ഈ രണ്ട് മേഖലയിലും 2 പാർട്ടിലും വന്നിട്ടുള്ള ചില ചോദ്യങ്ങൾ ഒരു ഉദാഹരണത്തിന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം, ഒന്ന് അപഗ്രഥിക്കാം. എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ചോദ്യങ്ങളുടെ ശൈലി എങ്ങനെയാണ്, അവയോട് എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് ചെറിയ രീതിയിൽ ഒരു അനലൈസ് ചെയ്യുന്ന. പേപ്പർ 1-ൽ വന്നിട്ടുള്ള ഒരു ചോദ്യം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നവമാധ്യമങ്ങൾ സമകാല മലയാളത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുക. സോഷ്യൽ മീഡിയ കാലത്ത് നമുക്കറിയാം പല രീതിയിലുള്ള സ്വാധീനങ്ങളും മലയാള ഭാഷയിൽ സോഷ്യൽ മീഡിയ ചെലുത്തുന്നുണ്ട്. മുമ്പ് പ്രസ് മീഡിയ, മാധ്യമങ്ങൾ എന്ന് പറയാവുന്ന രൂപത്തിലുണ്ടായിരുന്നത് പ്രസ് മീഡിയ ആയിരുന്നു. അതിനുശേഷം വിഷ്വൽ മീഡിയ നമ്മുടെ മുന്നിൽ വന്നു. ഈ 2 മാധ്യമങ്ങളിലും പൊതുവായി വളരെ ചതുരവടിവോടുകൂടി സംസാരിക്കുന്ന മലയാള ഭാഷ അഥവാ പ്രിൻ്റ് മലയാള ഭാഷയുടെ സ്വാധീനമാണ് ഉണ്ടായിരുന്നത്. സ്വാധീനമാണെന്നല്ല, അത്തരം ഭാഷയാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയ കാലത്ത്, നവമാധ്യമങ്ങളുടെ കാലത്ത് മലയാള ഭാഷ കൂടുതൽ കാഷ്വലായി അല്ലെങ്കിൽ കുറച്ചുകൂടി ആളുകളിലേക്ക് പെട്ടെന്ന് ഇൻട്രാക്റ്റ് ചെയ്യുന്ന സ്വഭാവത്തിൽ മാറിയിട്ടുണ്ട്. ഈ ഭാഷയിൽ, പുതിയ ഭാഷ മലയാള ഭാഷയിൽ സോഷ്യൽ മീഡിയയുടെ പുതിയ ഇടപെടലുകൾ, സോഷ്യൽ മീഡിയയിലൂടെയുള്ള നവമാധ്യമങ്ങളിലൂടെയുള്ള പുതിയ രചനാരീതികൾ, പുതിയ ശൈലികൾ, ഇതെല്ലാം തന്നെ മലയാള ഭാഷയുടെ സ്വഭാവത്തെ പല രീതിയിലായിട്ട് നിർണ്ണയിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെയൊക്കെ കൃത്യമായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരമാണ് ഈ ചോദ്യം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്തത് പേപ്പർ 2-ലെ ഒരു ചോദ്യത്തിലേക്കാണ്. 1128-ൽ ക്രൈം നമ്പർ 27 എന്ന നാടകത്തിൽ CJ തോമസ് കഥാപാത്രങ്ങളുടെ ധ്വന്യാത്മകമായ സംഭാഷണങ്ങളിലൂടെയും വിരുദ്ധോക്തികളിലൂടെയും ജീവിത മരണങ്ങളുടെ നിരർത്ഥകത വെളിച്ചത്ത് കൊണ്ടുവരുന്നു. സോദാഹരണം വിലയിരുത്തുക. ചോദ്യം കേട്ടൊരു പക്ഷേ നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടാവും. ഞെട്ടാനൊന്നുമില്ല. 1128-ൽ ക്രൈം നമ്പർ 27 എന്നത് CJ തോമസ് എഴുതിയ ഒരു ക്രൈം ത്രില്ലറാണ്. ഈ കഥ, ഈ പുസ്തകം നമുക്ക് പഠിക്കാനുള്ളതാണ്, വായിക്കാനുള്ളതാണ്. വായിക്കുമ്പോൾ അതീവ മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ്. നമ്മൾ ഈ ചോദ്യം പോലെ ഭീകരമല്ല പുസ്തകം, ഇടയ്ക്ക് പറഞ്ഞു എന്ന് മാത്രം. വളരെ രസകരമായ വളരെ ത്രില്ലോട് കൂടിയ ഒരു ത്രില്ലർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വായിക്കാവുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ പുസ്തകത്തിൽ നിന്നുള്ള അനുബന്ധപ്പെടുത്തിയുള്ള ഒരു ചോദ്യമാണ് നമ്മളിവിടെ വായിച്ചത്. ഈ പാഠഭാഗത്തിൽ, ഈ നാടകത്തിൽ CJ തോമസ് കഥാപാത്രങ്ങളുടെ ധ്വന്യാത്മകമായ സംഭാഷണങ്ങളിലൂടെയും വിരുദ്ധോക്തികളിലൂടെയും, അതായത് വൈരുദ്ധ്യങ്ങളിലൂടെ, ചില ധ്വനികളോട് കൂടിയുള്ള സംഭാഷണങ്ങളും വൈരുദ്ധ്യങ്ങളുള്ള ചില സംഭാഷണങ്ങളിലൂടെയും ജീവിത മരണങ്ങളുടെ നിരർത്ഥകത, മരണം, ജീവിതം, ഈ 2 സംഗതികളുടെ, ഈ ദ്വന്ദ്വത്തിൻ്റെ, അതായത് മരണം എന്ന് പറയുന്നതിൻ്റെ ജീവിതത്തിൻ്റെയും നിരർത്ഥകത പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് സാഹിത്യത്തിലൊക്കെ പറയപ്പെട്ടിട്ടുള്ള ഒരു വാക്കുണ്ട്, അഥവാ മരണം എന്ന് പറയുന്നത് രംഗബോധമില്ലാത്ത കോമാളിയാണെന്നല്ലേ. അതിനെ തുടർന്നുള്ള അതുപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ജീവിത മരണങ്ങളുടെ നിരർത്ഥകത വെളിച്ചത്ത് കൊണ്ടുവരുന്നു എന്നാണ് ഇവിടെ ചോദ്യത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ജീവിതം, മരണം, ഈ സംഗതിയെക്കുറിച്ച് നമ്മളെപ്പോഴെങ്കിലും ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും ജീവിതവും മരണവും, അതിൻ്റെ അർത്ഥമില്ലായ്മ അല്ലെങ്കിൽ അർത്ഥശൂന്യത, നമ്മളിങ്ങനെ പലപ്പോഴും നമ്മളെ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പൊതുവേ ജീവിതങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെയും പലപ്പോഴും ചിന്തിച്ചു പോകുന്ന ഒരു ഫിലോസഫിയാണ്, അല്ലെങ്കിൽ ഒരു സൈദ്ധാന്തികമായ ഒരു തലമാണ് ജീവിത മരണങ്ങളുടെ നിരർത്ഥകത എന്ന് പറയുന്നത്. ആ ഒരു സംഗതി ഇവിടെ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെ, CJ തോമസ് അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കഥാപാത്രങ്ങളുടെ വാക്കുകളിലൂടെ, സംസാരങ്ങളിലൂടെ, ധ്വന്യാത്മകമായ അല്ലെങ്കിൽ വിരുദ്ധോക്തികൾ നിറഞ്ഞ, വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ സംസാരങ്ങളിലൂടെ എങ്ങനെയാണ് അദ്ദേഹം ആ നിരർത്ഥകത വെളിച്ചത്ത് കൊണ്ടുവരുന്നത്, അതെങ്ങനെയാണ് അതിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അത് സോദാഹരണം എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തോടു കൂടി
എന്നർത്ഥം. ഉദാഹരണത്തോടെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് വിലയിരുത്തണം എന്നേ ഉള്ളൂ. അത് പാഠഭാഗത്ത് നിന്നുള്ള ഇത്തരം ചില സെൻറ്റൻസുകൾ, ചില വാക്കുകൾ നമ്മുടെ ഈ നാടകത്തിൽ നിന്ന് കോട്ട് ചെയ്തുകൊണ്ട് ഉദാഹരണത്തോടു കൂടി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉത്തരം എഴുതാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ആ പാഠഭാഗം പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ്സുകളിലൂടെ പോയതിന് ശേഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ട് ആൻസർ എഴുതാവുന്ന ഒരു ഏരിയയിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. വീണ്ടും പേപ്പർ 1-ൽ നിന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്: വടക്കൻ പാട്ടുകളെ മുൻനിർത്തി ഉത്തര കേരളത്തിലെ ഭാഷാ സവിശേഷതകൾ വിവരിക്കുക. അഥവാ നാടൻ പാട്ടുകൾ എന്ന് പറയാവുന്ന വിഭാഗത്തിൽപ്പെടുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകളും തെക്കൻ പാട്ടുകളും. വടക്കൻ പാട്ടുകളിൽ പൊതുവെ നിങ്ങൾക്ക് അറിയാം, നമുക്കൊക്കെ അറിയാം, വീരഗാഥകളും മറ്റുമൊക്കെ ഉൾക്കൊള്ളുന്ന നാടൻ പാട്ടുകൾ, അത്തരം പാട്ടുകളാണ് വടക്കൻ പാട്ടുകളായിട്ടുള്ളത്. ഈ വടക്കൻ പാട്ടുകളിൽ പലതരത്തിലുള്ള കഥാകഥനം പോലെ, നാടകം പോലെ, കഥാകഥനം പോലെ ഉള്ള വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള രസകരമായ പാട്ടുകളാണ് വടക്കൻ പാട്ടുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ വടക്കൻ പാട്ടുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ശൈലികൾ, ഭാഷ, ഇതെല്ലാം വളരെ വ്യത്യസ്തമാണ്. വടക്കൻ കേരളത്തിൻ്റെ തനതു ശൈലി, തനതു ഭാഷ അതിൽ നന്നായി പ്രതിഫലിക്കുന്നുണ്ട്. ഈ പ്രതിഫലിക്കുന്നതിനെ മുൻനിർത്തിക്കൊണ്ട് ഉത്തര കേരളത്തിൻ്റെ ഭാഷയെ ഒന്ന് അവലോകനം ചെയ്യാൻ, അതിൻ്റെ ഭാഷാപരമായ സവിശേഷതകൾ, ഉത്തര കേരളത്തിലെ ഭാഷാപരമായ സവിശേഷതകളെ വടക്കൻ പാട്ടുകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒന്ന് വിവരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. വടക്കൻ പാട്ടുകൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് വടക്കൻ പാട്ടുകൾ രൂപപ്പെട്ടു വന്ന ഭാഷാ സമൂഹത്തെക്കുറിച്ച് സ്വാഭാവികമായ ധാരണ ലഭിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായി തന്നെ വളരെ രസകരമായും വളരെ കൗതുകത്തോടു കൂടിയും പഠിക്കുവാനും അത് ആ രീതിയിൽ തന്നെ നമുക്ക് എഴുതുവാനും കഴിയുന്നതാണ്. സോ ഇതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ 2 ചോദ്യങ്ങൾ, ഒരേ ആശയത്തിലുള്ള 2 ചോദ്യങ്ങൾ പേപ്പർ 2-ൽ നിന്ന് വന്നിട്ടുള്ളത് ഒന്ന് അവലോകനം ചെയ്യുകയാണ്. 2 ചോദ്യങ്ങളും ഒരേ ഉത്തരങ്ങളാണ് അർഹിക്കുന്നത്, താല്പര്യപ്പെടുന്നത്. അതേസമയം രണ്ടും 2 വർഷങ്ങളിലായി വന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ രീതിയും ശൈലിയും എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് നമ്മൾ ഈ 2 ചോദ്യങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു താരതമ്യത്തിന് വേണ്ടിയാണ്. ഒരേ തരം ഉത്തരം കൊടുക്കേണ്ടുന്ന 2 ചോദ്യങ്ങൾ 2 രീതിയിൽ ചോദിച്ചിരിക്കുന്നു. ഒന്നിങ്ങനെയാണ്: ചെങ്ങമ്പുഴയെക്കുറിച്ചുള്ള ചോദ്യമാണ്. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന പേരിൽ സാനുമാഷ് എഴുതിയിട്ടുള്ള പുസ്തകത്തിനെ ആധാരമാക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ്. കാമവികാരത്തിൻ്റെ മതാന്ധമായ പ്രയാണം മൂലം താളം തെറ്റിയ ജീവിതമായിരുന്നു ചെങ്ങമ്പുഴയുടേത്. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന കൃതി ആസ്പദമാക്കി ആ ജീവിതത്തിൻ്റെ സ്വഭാവം വിശകലനം ചെയ്യുക. അടുത്ത ചോദ്യം മറ്റൊരു വർഷത്തിൽ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഇതേ സംഗതി തന്നെ മറ്റൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നു, ഒരല്പം വ്യത്യാസത്തോടു കൂടി. അരാജക വാസനകളുടെ വിളനിലമായ വ്യക്തിപ്രകൃതവും സ്വപ്നലോകങ്ങളിൽ വ്യാപരിക്കുന്ന കവിസ്വത്വവും ഇണങ്ങിച്ചേരുന്ന ചെങ്ങമ്പുഴയുടെ ജീവിതത്തെ അതീവ സൂക്ഷ്മവും സത്യസന്ധവുമായി അടയാളപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് പ്രൊഫസർ MK സാനുവിൻ്റെ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. അപഗ്രഥനാത്മകമായി പരിശോധിക്കുക, അഥവാ അനലിറ്റിക്കലായി അനലൈസ് ചെയ്തുകൊണ്ട് പരിശോധിക്കുക. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? രണ്ടാമത്തെ ചോദ്യത്തിനും ഒന്നാമത്തെ ചോദ്യത്തിനും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിൽ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ചോദ്യം ഊന്നുന്നത്. എന്നാൽ രണ്ടാമത്തെ ചോദ്യം അദ്ദേഹത്തിൻ്റെ കവി എന്നുള്ള അസ്തിത്വത്തെയും വ്യക്തി എന്നുള്ള പ്രതലത്തെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. അഥവാ അരാജക വാസനകളുടെ വിളനിലമായ വ്യക്തിപ്രകൃതവും അതേ സംഗതി തന്നെ കാമവികാരത്തിൻ്റെ മതാന്ധമായ പ്രയാണം മൂലം താളം തെറ്റിയ ജീവിതമായിരുന്നു ചെങ്ങമ്പുഴയുടേത് എന്ന ആദ്യത്തെ ചോദ്യത്തിലും ആവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 2 സംഗതിയും ഒന്ന് തന്നെയാണ്. ചെങ്ങമ്പുഴയുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട അരാജകത്വത്തെക്കുറിച്ച് സാനുമാഷ് വിശദമായി അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ അപഗ്രഥിക്കേണ്ടത്, അനലൈസ് ചെയ്യേണ്ടത്. അടുത്തത് രണ്ടാമത്തെ ചോദ്യത്തിൽ രണ്ടാമതൊരു വശം കൂടി അനലൈസ് ചെയ്യുന്നു, കവിസ്വത്വത്തെക്കുറിച്ച്. കവിസ്വത്വവും ഈ പറഞ്ഞ വ്യക്തിപ്രകൃതവും ഇണങ്ങിച്ചേരുന്ന ചെങ്ങമ്പുഴയുടെ ജീവിതത്തെ അതിസൂക്ഷ്മമായി സത്യസന്ധമായി അടയാളപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് സാനുമാഷിൻ്റെ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ഒരു വസ്തുതയെ ആധാരമാക്കി അപഗ്രഥിക്കുക എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ 2 വശങ്ങളും, ചെങ്ങമ്പുഴ എന്ന
കവി എങ്ങനെയായിരുന്നു, അഥവാ ചെങ്ങമ്പുഴയിലെ കവി, ചെങ്ങമ്പുഴ എന്ന വ്യക്തിയിലുണ്ടായിരുന്ന കവി, ആ കവിയുടെ സ്വപ്നലോകങ്ങളിൽ വ്യാപരിക്കുന്ന ആ കവിയെയും അദ്ദേഹത്തിൻ്റെ കവി സ്വത്വത്തെക്കുറിച്ചുള്ള വിശകലനവുമാണ് ഈ പുസ്തകത്തിൻ്റെ ആധാരത്തിൽ ഇവിടെ നമ്മൾ അപഗ്രഥിക്കേണ്ടത്. അതേസമയം അതേ ചോദ്യത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ അപഗ്രഥിക്കുന്നു. ചെങ്ങമ്പുഴ എന്ന വ്യക്തി അരാജകമായ ജീവിതം ആണ് നയിച്ചിരുന്നത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി സാനുമാഷ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അക്കാര്യം കൂടി ഇവിടെ അപഗ്രഥിക്കേണ്ടതുണ്ട്. അതിനെക്കൂടി മുൻനിർത്തിക്കൊണ്ടാണ് നാം ഈ പുസ്തകത്തെ ഇവിടെ വിശകലന വിധേയമാക്കുന്നത്. ഈ രീതിയിലാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴും ഒരേ രീതിയിൽ തന്നെ ആവർത്തിക്കുക, സെയിം ചോദ്യം വീണ്ടും ആവർത്തിക്കുക എന്നുള്ളതല്ല. ചോദ്യത്തിൻ്റെ ഒരു വശം ആവർത്തിക്കാം, അല്ലെങ്കിൽ ചോദ്യത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തെ ആവർത്തിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി പുതിയൊരു ആംഗിളിൽ നിന്നുകൊണ്ട് ചോദ്യം വരാം. ഈ രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ആവർത്തനം വരാറുള്ളത് എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഈ ചോദ്യത്തെ ഇവിടെ വിശകലനം ചെയ്തത്. അപ്പോൾ മലയാള ഭാഷയും മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട വളരെ കൗതുകമുള്ള ഒരുപാട് മേഖലകൾ നമുക്ക് നമ്മുടെ സിലബസിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒരു മലയാളി എന്ന നിലയ്ക്ക് തീർച്ചയായും നാം അറിഞ്ഞിരിക്കേണ്ട ഒരു ലോകമാണ് മലയാള സാഹിത്യ ലോകം, മലയാള ഭാഷാ ലോകം. ഇതുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ ഒരുപാട് ഭാഗങ്ങളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരുന്ന രീതികളുമൊക്കെയാണ് തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെ നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. സോ നമുക്ക് വീണ്ടും കാണാം. ഈ യാത്ര തുടരാം.